കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാർക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഒട്ടേറെ ആനുകൂല്യങ്ങളും ഇളവുകളും ലഭിക്കുന്ന ഇത്തരം പല പദ്ധതികളെപ്പറ്റിയും മിക്കവർക്കും അറിഞ്ഞുകൂടാ. യാതൊരു ജാമ്യവുമില്ലാതെ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുകയും തിരിച്ചടക്കുന്നതിൽ 7% പലിശ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുകയും ഒരു ലോൺ തിരിച്ചടച്ചാൽ അതിനേക്കാൾ കൂടുതൽ തുക വീണ്ടും ലോണായി ലഭിക്കുകയും കൂടാതെ ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വർഷത്തിൽ 1200 രൂപ നമുക്ക് നൽകുകയുമൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി DCB മീഡിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻഫർമേഷനുകൾ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. PM സ്വനിധി എന്ന കേന്ദ്ര സർക്കാർ വായ്പാ പദ്ധതിയെപ്പറ്റിയാണ് വിശദമാക്കുന്നത്. ഈ വായ്പാ പദ്ധതിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യഘട്ടത്തിൽ 15,000 രൂപ വരെ വായ്പ ഇപ്പോൾ ലഭിക്കും. നേരത്തെ ഇത് 10,000 രൂപയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ആദ്യത്തെ വായ്പ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് 25,000 രൂപ വരെ ലഭിക്കും. നേരത്തെ ഇത് 20,000 രൂപ വരെയായിരുന്നു. മൂന്നാം ഘട്ടമെന്നത് രണ്ടാം വായ്പ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് 50,000 രൂപ വരെ വീണ്ടും വായ്പ ലഭിക്കും. ഈ വായ്പകൾക്കൊന്നും ഒരു ഈടും നൽകേണ്ട ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വായ്പ കൃത്യസമയത്തോ അതിനു മുൻപോ തിരിച്ചടക്കുന്നവർക്ക് പ്രതിവർഷം 7% പലിശ സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുമെന്നതാണ് ഈ വായ്പാ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഈ വായ്പയുടെ തിരിച്ചടവ് എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ വായ്പാ തുക പ്രതിമാസ തവണകളായി, അതായത് EMI ആയി അടക്കാം. ആദ്യ വായ്പ 1 വർഷത്തിനുള്ളിലും രണ്ടാമത്തെ വായ്പ 18 മാസം കൊണ്ടും മൂന്നാമത്തെ വായ്പ 3 വർഷം കൊണ്ടും തിരിച്ചടക്കാൻ സൗകര്യമുണ്ട്. മറ്റൊരാനുകൂല്യം എന്നത് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഡിജിറ്റൽ ഇടപാടുകൾ, അതായത് UPI QR കോഡ് വഴിയുള്ള പണമിടപാടുകൾ നടത്തുന്നതിലൂടെ പ്രതിവർഷം 1,200 രൂപ വരെ, പുതിയ മാറ്റങ്ങളനുസരിച്ച് 1,600 രൂപ വരെ ക്യാഷ് ബാക്ക് രൂപത്തിൽ നേടുവാൻ അർഹതയുണ്ടെന്നതാണ്. രണ്ടാം വായ്പ തിരിച്ചടച്ച ഗുണഭോക്താക്കൾക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ UPI ലിങ്ക് റുപേ ക്രെഡിറ്റ് കാർഡ് നൽകുന്നതിനുള്ള വ്യവസ്ഥയും ഈയിടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ് പുനരാരംഭിക്കുന്നതിനും സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനും വേണ്ടി മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രത്യേക മൈക്രോ ക്രെഡിറ്റ് സൗകര്യമാണ് ഈ പദ്ധതി. കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടിലായ വഴിയോര കച്ചവടക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 2020 ജൂൺ 1-നാണ് ആരംഭിച്ചത്. തുടക്കത്തിൽ നഗരപ്രദേശങ്ങളിലെ വഴിയോര കച്ചവടക്കാർക്കായിരുന്നു ഇത് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലെയും മറ്റു പട്ടണങ്ങളിലെയും വഴിയോര കച്ചവടക്കാർക്ക് ഘട്ടം ഘട്ടമായി പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡുള്ള വഴിയോര കച്ചവടക്കാർക്ക് ഇതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ സർവേയിൽ ഉൾപ്പെടാത്തവർക്ക് പ്രാദേശിക ബോർഡുകൾ നൽകുന്ന ശുപാർശ കത്ത് അഥവാ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഉപയോഗിച്ചും അപേക്ഷിക്കാം. ഈ വായ്പയ്ക്കായി PM സ്വനിധി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴിയും അതുമല്ലെങ്കിൽ ബാങ്കുകൾ വഴി നേരിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ പദ്ധതി വഴിയോര കച്ചവടക്കാരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാമ്പത്തിക കാര്യങ്ങൾ ഡിജിറ്റലായി നടത്തുവാനും ഒരു മികച്ച സിബിൽ സ്കോർ ഉണ്ടാക്കുവാനും സഹായിക്കുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.